10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഹ്യൂണ്ടായിൽ നിന്ന് നിങ്ങളൊരു കാർ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഗ്രാൻഡ് ഐ10 നിയോസ്, വെന്യൂ, എക്സ്റ്റർ ആൻഡ് i20. 2024 മാനുഫാക്ചർ ചെയ്ത ഈ 4 വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല ഓഫറുകൾ ഹ്യൂണ്ടായി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ 4 വാഹനങ്ങളും 4 സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളാണ്. ഈ 4 വാഹനങ്ങളുടെ ഒരുവിധം എല്ലാ വേരിയന്റുകളും 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിലും അവൈലബിൾ ആണ്. ഈ 4 വാഹനങ്ങളിലും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണ്. ഹ്യൂണ്ടായുടെ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.2 ലിറ്റർ VT പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്, വളരെ റിഫൈൻഡ് ആണ്, അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻറ്റും ആണ്. ആവറേജ് മൈലേജ് മാനുവലിന് ഒരു 14-നും 15-നും ഇടയ്ക്കും, ഓട്ടോമാറ്റിക്കിന് ഒരു 13-നും 15-നും ഇടയ്ക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വെന്യൂവിൽ മാത്രമായിരിക്കും ചെറിയൊരു ഡിഫറൻസ് വരുള്ളൂ, കാര്യം വലിയ വാഹനമാണ്. എന്നാലും നമുക്കൊരു 13-നും 14-നും ഇടയ്ക്കൊക്കെ വെന്യൂവും മൈലേജ് തരുന്നുണ്ട്. ഗ്രാൻഡ് ഐ10 നിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഐ10 നിയോസിന് 2024 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾക്ക് ഏകദേശം 80,000 രൂപ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് മൂവ്മെന്റിംഗ് ഉള്ള വേരിയന്റുകളായ സ്പോർട്ട് വേരിയന്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പോർട്ട് മാനുവൽ വേരിയന്റിന് 8,88,000 രൂപയാണ് 2025 മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 2024 മാനുഫാക്ചർ ചെയ്ത വാഹനം നിങ്ങൾക്ക് 8 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ സ്പോർട്ട് വേരിയന്റിൽ തന്നെ നമുക്ക് AMT അവൈലബിൾ ആണ്. AMTയുടെ പ്രൈസ് വരുന്നത് 9,44,000 രൂപയാണ്. അത് നിങ്ങൾക്ക് 8,76,000 രൂപയ്ക്ക് 24 വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റായ ആസ്റ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,51,000 രൂപയാണ് മാനുവലിന്. അത് നിങ്ങൾക്ക് 8,73,000 രൂപയ്ക്കും. AMT 10,17,000 രൂപയായിരുന്നു വന്നിരുന്നത്. അത് നിങ്ങൾക്ക് 9,49,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2025 സ്പോട്ട് എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് 2024 മാനുഫാക്ചർ ചെയ്ത ടോപ്പ് എൻഡ് വേരിയന്റായ ആസ്ത എടുക്കാം. 2024 മാനുഫാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നവംബർ ഡിസംബർ മന്തിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളാണ്. 0 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളാണ്. ഷോറൂമിൽ വന്ന് നിങ്ങൾക്ക് വാഹനം സെൽഫ് വെരിഫൈ ചെയ്തതിന് ശേഷം എടുത്താൽ മതിയാവും. ഇനിയും ഇപ്പൊ ഈ വാഹനം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പർട്ടിക്കുലർ വാഹനം ഇതിന്റെ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. അതിന്റെ മാനുവൽ വേരിയന്റ് ആണ്. ഇതിന് 8,40,000 രൂപയാണ് 2025 മോഡലിന് വരുന്നത്. ഈ വാഹനം നിങ്ങൾക്ക് 7,62,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് മാഗ്നയാണ്. മാഗ്നയ്ക്ക് 8,11,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ്. അത് നിങ്ങൾക്ക് 7,30,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി വെന്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിന് 85,000 രൂപ വരെ ഓഫറാണ് 2024 വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. വെന്യൂവിൽ നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലുള്ള ബേസ് വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ് 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കിട്ടുന്നത്. പക്ഷെ വെന്യൂവിൽ ഡീസൽ അവൈലബിൾ ആണ്. നമ്മുടെ 1.5 ലിറ്റർ ഡീസൽ നമ്മുടെ കട്ടയിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ. പിന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ ആണ്. ടർബോ വേരിയന്റുകൾക്ക് ഏകദേശം 75,000 രൂപ വരെ ഓഫറും ഡീസലിന് 40,000 രൂപ വരെ ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത്. 2025 മോഡൽ വെന്യൂ ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 9,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ആ വാഹനം 2024 മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8,75,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. സെക്കൻഡ് വേരിയന്റായ എസ് വേരിയന്റ് 2025 മോഡലിന് 10,84,000 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് 2024 മോഡലാണെങ്കിൽ വെറും 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ഇത്രയും സൈസുള്ള വലിയൊരു വാഹനം സെക്കൻഡ് വേരിയന്റ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയന്റ് 2024 മാനുഫാക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനിയും ഇതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയന്റ് ആണ് എസ് ഓപ്ഷണൽ വേരിയന്റ്. ആ വേരിയന്റ് നിങ്ങൾക്ക് 11,66,000 രൂപയാണ് 25 മോഡലുകൾക്ക്. അത് നിങ്ങൾക്ക് 10,85,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അതായത് സൺറൂഫ് കൂടി വരുന്നതാണ്. അതിനും നിങ്ങൾക്ക് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതും ആ വാഹനത്തിനും ഏകദേശം 10,85,000 രൂപയ്ക്ക് 2024 മാനുഫാക്ചർ ചെയ്ത വാഹനം ഓൺ റോഡ് ഇറക്കാം. നിങ്ങൾ നോക്കുന്നത് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് ആണെങ്കിൽ ആ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റിലാണ്. അതിന് 11,66,000 രൂപയാണ് 25 മോഡലുകൾക്ക് പ്രൈസ് വരുന്നത്. പക്ഷേ 24 വേരിയന്റ് നിങ്ങൾക്ക് 10,85,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ചുരുക്കി പറഞ്ഞാൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന കിയയുടെയോ ഹ്യൂണ്ടായിയോ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നത് ആ എക്സിക്യൂട്ടീവ് വേരിയന്റ് ആണ്. 2024 മാനുഫാക്ചർ ചെയ്ത് 10,85,000 രൂപയ്ക്ക് ആ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അടുത്ത വാഹനം എക്സ്റ്റർ ആണ്. എക്സ്റ്ററിന് 75,000 രൂപ വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്ററിന് 2025 24 അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വാഹനമാണ് എക്സ്റ്റർ. നമ്മളുടെ i10ന്റെ സെയിം പ്ലാറ്റ്ഫോമാണ്. കിയയുടെ റീസെന്റ് ലോഞ്ച് ചെയ്ത സിറോസ് ഈ സെയിം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ
എക്സ്റ്ററിന് കിട്ടുന്ന ഒരു ഇന്റീരിയർ സ്പേസ് നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ മറ്റൊരു വാഹനങ്ങളിലും ഈ ഒരു സെഗ്മെന്റിൽ ലഭിക്കില്ല. അപ്പോൾ സീറോസിൽ കണ്ട അത്രയും ഇന്റീരിയർ സ്പേസ് നമുക്ക് എക്സ്റ്ററിലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സ്റ്ററിന് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് ശരിക്കും എസും SX വേരിയന്റുകളുമാണ്. ഇപ്പോൾ എസ് വേരിയന്റ് S+ AMT, അതാണ് AMT സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വേരിയന്റിന് 10 ലക്ഷം രൂപയാണ് 2025 വാഹനങ്ങൾക്ക് വരുന്നത്. 2024 വരുമ്പോൾ 9,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ്റ്ററിന്റെ AMT ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഈ കാണുന്ന വാഹനം ഓപ്ഷണൽ പ്ലസ് AMT ആണ്, സൺറൂഫ് ഉള്ള വേരിയന്റ്. ഇതിന് 9,38,000 രൂപയാണ്. അത് ഈ വേരിയന്റ്, ഈ പർട്ടിക്കുലർ വാഹനം നിങ്ങൾക്ക് 8,63,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് SX വേരിയന്റ് ആണ്. ആ വേരിയന്റിന് SX മാനുവലിന് 9,80,000 രൂപയാണ് ശരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ വാഹനം നിങ്ങൾക്ക് 9,05,000 രൂപയ്ക്കും SXന്റെ AMT വേരിയന്റ് നിങ്ങൾക്ക് 9,83,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്, അത് ശരിക്കും SX ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിന് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ് ഈ SX വേരിയന്റ്. ആ വാഹനം നിങ്ങൾക്കിപ്പോൾ 9,83,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനി ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന ടോപ്പ് എൻഡിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം, ആകെ മിസ്സിംഗ് ആയിട്ടുള്ളത് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി മാത്രമാണ്. ആ വാഹനം SX ഓപ്ഷണൽ ആണ്. അതിന്റെ മാനുവൽ വേരിയന്റിന് 10,54,000 രൂപയാണ് 2025-ന്. 2024 വരുമ്പോൾ 9,79,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതിന്റെ AMT നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് 10,57,000 രൂപ മുടക്കേണ്ടി വരും. അപ്പോൾ എക്സ്റ്ററും എടുക്കാൻ നോക്കുന്നവർക്ക് ഇപ്പോൾ 2024 ആണ് എങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 2024 എൻഡിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങളാണ്. കാര്യം എക്സ്റ്ററിനൊക്കെ ആദ്യമേ 2024 ആദ്യമൊക്കെ അത്യാവശ്യം ഡിലേ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. അടുത്തത് i20 ആണ്. i20 ലാസ്റ്റ് വയ്ക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം i20ക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത്. 95,000 രൂപ വരെ ഓഫറാണ് i20ക്ക് കൊടുത്തിരിക്കുന്നത്. i20യിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റ് സ്പോർട്ട് വേരിയന്റ് ആണ്. ഈ സ്പോർട്ട് വേരിയന്റിന് 2025 മോഡൽ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,93,000 രൂപയാണ്. ആ വാഹനം നിങ്ങൾക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതായത് i20യുടെ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന സ്പോർട്ട് വേരിയന്റ്, ഒരുവിധം ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തരുന്ന വേരിയന്റ് നിങ്ങൾക്ക് വെറും 9 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 11,14,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2025 മോഡലിന്. 2024 മോഡൽ 10,39,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ സ്പോർട്ട് വേരിയന്റിൽ തന്നെ സൺറൂഫ് വരുന്നതാണ് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റ്. അതിന്റെ മാനുവലിന് 9,39,000 രൂപയും 2024 വാഹനങ്ങളുടെ പ്രൈസാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് i20യുടെ സൺറൂഫ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് വേണമെങ്കിൽ സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റ് ആണ്. അത് നിങ്ങൾക്കിപ്പോൾ 10,80,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനിയിപ്പോൾ ടോപ്പ് എൻഡ് മോഡലായ ആസ്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മാനുവലിന് 11,04,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ആ വേരിയന്റ് നിങ്ങൾക്ക് 10,10,000 രൂപയ്ക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 2024 മാനുഫാക്ചർ ചെയ്ത് വളരെ കുറച്ച് നമ്പേഴ്സാണ് ഈ 4 വാഹനങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹ്യുണ്ടായുടെ ഇതിനകത്ത് ഏതെങ്കിലും വാഹനം ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായിലാണ് ഈ വാഹനങ്ങളുള്ളത്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2025 വാഹനങ്ങളുടെ പ്രൈസ് എത്രയാണ്, 2024 വാഹനങ്ങളുടെ പ്രൈസ് എത്രയാണ്, ഏതൊക്കെ വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര രൂപയ്ക്ക് കറക്റ്റായിട്ട് ഓൺ റോഡ് ഇറക്കാമെന്നും അവർ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 2024 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ എല്ലാം ഓക്കെ ആണ് എങ്കിൽ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഏത് വാഹനവും നിങ്ങൾക്ക് വെറും 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 50,000 രൂപയ്ക്ക് ഏത് വേരിയന്റും നിങ്ങൾക്ക്, ഏത് വാഹനത്തിന്റെ ഏത് വേരിയന്റും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. i20യിൽ 1-2 N-ലൈൻ വാഹനങ്ങളും അവൈലബിൾ ആണ്. N-ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് 95,000 രൂപ വരെ ഓഫർ ഒന്നുമില്ല. 55,000 രൂപ വരെ ഓഫർ N-ലൈനിലും അവൈലബിൾ ആണ്. അത് N6ഉം N8ലും 1-2 വാഹനങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് അവർ ഷെയർ ചെയ്തു.